പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കാൻ നിയമ നടപടിക്ക് നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിയമോപദേശം തേടിയ ശേഷമാകും തീരുമാനം. ബജരംഗദൾ പ്രവർത്തകർക്കെതിരായ പരാതിയിൽ ഛത്തീസ്ഗഡ് പോലീസ് പക്ഷേ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. നാരായൺപൂരിൽ ഓൺലൈനായി വീണ്ടും പരാതി നൽകാനാണ് നീക്കം. പ്രതിഷേധം തുടരാനാണ് ക്രൈസ്തവ സഭകളുടെ തീരുമാനം. പള്ളികളിൽ ഇന്ന് ഇടയലേഖനം വായിക്കും. വൈകിട്ട് കോഴിക്കോട് താമരശ്ശേരി അതിരൂപതകൾ പ്രതിഷേധ റാലിയും നടത്തും. ആദിൽ പാലോടും മുബഷിർ അക്ബറും ഛത്തീസ്ഗഡിൽ നിന്നും തത്സമയം ചേരും. വി എസ് രഞ്ജിത്ത് കോഴിക്കോട് നിന്നും തത്സമയം ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും നിർണായകമായ ഇക്കാര്യത്തിൽ കേസ് റദ്ദാക്കുക എന്നുള്ള സഭകളുടെ ആവശ്യമാണ്, കന്യാസ്ത്രീകളുടെ ആവശ്യമാണ്, കുടുംബത്തിന്റെ ആവശ്യമാണ്. കാരണം കേസ് ഇപ്പോൾ ഇരിക്കുന്നത് NIA കോടതിയിലാണ്. ഇപ്പം ജാമ്യം കിട്ടി പൊടിയും തട്ടി അങ്ങ് പോയി വന്ന ആളുകളെല്ലാം ഇനി ഈ കേസ് നടത്തേണ്ടത് ഈ പാവം കന്യാസ്ത്രീകളാണ്. ഒരുപക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ വാർത്തയുടെ പ്രാധാന്യം അവസാനിക്കുന്നതോടുകൂടി നമ്മളും ഇതിൽ നിന്ന് പിൻവാങ്ങുമല്ലോ. പക്ഷേ അങ്ങനെ നമ്മൾ പിൻവാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതുവരെ നമ്മുടെ പോരാട്ടം തുടരും. ആദിൽ പാലോടും മുബഷിർ അക്ബറും ഛത്തീസ്ഗഡിൽ തന്നെ തുടരുന്നുണ്ട്. ആദ്യം മുബഷിർ അക്ബറിലേക്ക് പോകുന്നു. മുബഷിർ അക്ബർ, വെരി ഗുഡ് മോർണിംഗ്. മുബഷിർ അക്ബർ, ഇതിൽ കേസ് റദ്ദാക്കണമെന്നുള്ളതാണ് കന്യാസ്ത്രീകളുടെ ആവശ്യം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇന്നലെ മനഞ്ഞാന്നുമായിട്ട് കേട്ടത് ഈ ബജരംഗദൾ പ്രവർത്തകർക്കെതിരെ നടപടി വേണം എന്നുള്ളത് ഒരേ സമയത്ത് സഭ ആവശ്യപ്പെടുന്നുണ്ട്, CP അടക്കമുള്ള കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ പെൺകുട്ടികൾ ഇന്നലെ പരാതി നൽകാൻ തയ്യാറായി. നാരായൺപൂരിൽ തന്നെ പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ പരാതി സ്വീകരിച്ചില്ല എന്നാണ് അറിയുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ബജരംഗദൾ പ്രവർത്തകരെ തൊടാൻ പേടിയാണോ പോലീസിന്? മുബഷിർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ. തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നാരായൺപൂർ ജില്ലാ പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബജരംഗദൾ പ്രവർത്തകർക്കെതിരെ ആദിവാസി പെൺകുട്ടികൾ പരാതി നൽകിയിരുന്നത്. തങ്ങളെ ജാതീയമായി അധിക്ഷേപിച്ചു, ഉപദ്രവിച്ചു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി നൽകിയിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഒരു വിഷയത്തിൽ നാരായൺപൂർ പോലീസ് പുറത്തുവിട്ടുള്ള വിശദീകരണത്തിൽ പറയുന്നത് സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങളുള്ളതിനാൽ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പരാതി നാരായൺപൂർ പോലീസ് നിലവിലെ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഓൺലൈനായിട്ട് വീണ്ടും പരാതി നൽകാൻ പെൺകുട്ടികൾ ഒരുങ്ങുന്നത്. ഒരു ഭാഗത്തെ ബജരംഗദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിച്ചിരുന്ന പോലെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും തന്നെ കന്യാസ്ത്രീകൾക്കെതിരെ തെളിയിക്കപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടി കോടതി ആ രീതിയിൽ തന്നെ കാര്യം നിരീക്ഷിച്ചിരുന്നു. മതപരിവർത്തനമോ നിർബന്ധിത മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഒന്നും തന്നെ, ആ കുറ്റകൃത്യങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ സാധിച്ചില്ല. അതിനുള്ള തെളിവുകളൊന്നും തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഒരു ഭാഗത്ത് കന്യാസ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിന് പോലീസിന്റെ ഭാഗത്ത് നിന്നും അനുകൂലമായിട്ടുള്ളൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായ ഘട്ടത്തിൽ തന്നെ കുടുംബം ആവശ്യപ്പെട്ടതാണ് അവർക്കെതിരായിട്ടുള്ള കേസ് റദ്ദാക്കണം. അത് കെട്ടിച്ചമച്ച കേസാണ്, അനാവശ്യ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള ഒരു കേസാണെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. ഇന്നലെ ഇപ്പോൾ അതിരൂപതയുമായി സംസാരിച്ച ഘട്ടത്തിൽ സമാനമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് അവർ പറയുന്നത്. നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം ഈ FIR റദ്ദു ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ നിയമ നടപടികൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത റായ്പൂർ അതിരൂപത ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും അമൃതോദാസിനെ പോലെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന അഭിഭാഷകരുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. അതിനുശേഷം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെ ഈ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ കേസ് റദ്ദാക്കാൻ പോലീസോ ഇവിടെയുള്ള സംവിധാനങ്ങളോ അധികൃതരോ തയ്യാറാകുമോ എന്നുള്ളതാണ്. കാരണം ഇത്രയധികം രാജ്യത്തിൽ തന്നെ ചർച്ചയായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവർ അതിനെ സമ്മർദ്ദം മനസ്സിലാക്കിക്കൊണ്ട് അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. പക്ഷേ അവർ അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടികളുടെ പരാതി സ്വീകരിക്കാത്ത നടപടിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം റായ്പൂർ അതിരൂപത വക്താവായിട്ടുള്ള ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെയുള്ള ബജരംഗദളിനെ പോലെയുള്ള സംഘടനകൾ തങ്ങളെയൊക്കെ തന്നെ വേട്ടയാടുകയാണ്. വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സമാനമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. 1000-ലധികം കേസുകൾ രാജ്യവ്യാപകമായി നിലവിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതൊന്നും തന്നെ ആദ്യത്തെ സംഭവമല്ല. നിയമ നടപടികളുമായി തന്നെ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും അനുകൂലമായിട്ടുള്ള സർക്കാരിൽ നിന്നോ അധികൃതരിൽ നിന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഈ ഒരു കേസിൽ അത് സംഭവിക്കാൻ പാടില്ല. കാരണം അത്രയധികം വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഈ വയോധികരായിട്ടുള്ള കന്യാസ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള കേസ് റദ്ദാക്കണം. അതോടൊപ്പം തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കണം അരുൺകുമാർ. അതായത് NIA ഇൻട്രോഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി NIA ആയിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഉൾപ്പെടെ അതത് കോടതികളെ അറിയിക്കണം, പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് ഹാജരാകണം, ഒപ്പിടണം എന്ന നിബന്ധനകളൊക്കെ തന്നെ ഇവരുടെ വരുംകാല പ്രവർത്തനങ്ങളുടെ ഇവരുടെ ജോലിയൊക്കെ തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ്. അതോടൊപ്പം തന്നെ മാനസികമായി ഇവരെ ഏറെ വേട്ടയാടുന്ന ഒരു വിഷയം ആയിക്കൂടി ഇത് മാറും. സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് കോടതി മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനത്തിനും തെളിവില്ലെന്ന് നിരീക്ഷിച്ച സാഹചര്യത്തിൽ കേസ് റദ്ദാക്കി പരിപൂർണമായിട്ടും ഇത് പിൻവലിക്കണമെന്ന ആവശ്യത്തിലേക്ക് കുടുംബമെത്തുന്നു, റായ്പൂർ അതിരൂപത എത്തുന്നു. അല്പം വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഈ വിഭാഗങ്ങൾ. അരുൺകുമാർ.
ഓക്കെ, മുബഷീർ അവിടെ തുടരുന്നുണ്ട്. മുബഷീർ, ഇന്നപ്പോൾ സഭയുടെ പ്രതിഷേധം കേരളത്തിലുമുണ്ട്. ഛത്തീസ്ഗഡിൽ പ്രത്യക്ഷത്തിലുള്ള പ്രതിഷേധം ഇല്ലെങ്കിലും വലിയൊരു ആശങ്കയുണ്ട്. കാര്യം NIA കോടതിയിൽ എത്രത്തോളം ഈ കന്യാസ്ത്രീകൾ തുടരുന്നുണ്ടോ അത്രത്തോളം ഒരു ആശങ്ക ആ കുടുംബത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാമ്യം കഴിഞ്ഞു, പക്ഷേ ഈ കേസ് ക്വാഷ് ചെയ്യുന്നത് വരെ ആ പോരാട്ടം അവർക്ക് തുടർന്നേ മതിയാവൂ. അവർ ഇന്നലെ കുറച്ച് റിലാക്സ്ഡ് ആയെന്ന് തോന്നുന്നു, അല്ലേ മുബഷീർ? സ്വാഭാവികമായിട്ട് ഇന്നലെ ജയിൽ മോചിതരായിരുന്ന സമയത്ത് അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നു. പക്ഷേ ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നത്. അവർ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ അവരുടെ സഹപ്രവർത്തകരെ, കുടുംബാംഗങ്ങളെ ആശ്ലേഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നിലവിൽ നിയമ പോരാട്ടം നടത്തിയ അതിരൂപതയുമായി അവർക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. 80 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മഠത്തിലേക്കാണ് അവർ മാറിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ശാരീരിക അവശതകളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ആ മേഖലയിൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ചികിത്സ നൽകുമെന്നുള്ളതാണ് അതിരൂപതയെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റുമായി സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇതൊന്നും തന്നെ തങ്ങളെ പിന്നോട്ടടിക്കുന്നില്ല. തങ്ങൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി, അത്തരത്തിൽ അപരവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. കൂടുതൽ പ്രതികരണങ്ങൾ ഇവിടെ നിന്ന് എടുക്കുക. ആ പ്രതികരണങ്ങളിലൂടെ എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. റിപ്പോർട്ടർ വാർത്താ സംഘം ഛത്തീസ്ഗഡിൽ തന്നെ തുടരുകയാണ്. ഇവർക്ക് നീതി കിട്ടുന്നതുവരെ, നമ്മുടെ പ്രിയപ്പെട്ട വന്ദന സിസ്റ്ററിനും പ്രീതി സിസ്റ്ററും നീതി കിട്ടുന്നതുവരെ, അവരെ ഈ കേസിൽ നിന്ന് വിമുക്തമാക്കുന്നതുവരെ നമ്മൾ ആ വാർത്തയുടെ റിപ്പോർട്ടിംഗ് തുടരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോടാണ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ശക്തമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. ജാമ്യം കിട്ടി, കുറച്ച് റിലാക്സേഷൻ BJPക്ക് ഉണ്ട്. പക്ഷേ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല സഭകൾ എന്നാണ് അറിയുന്നത്. ഇന്നലെ പാമ്പ്ലാനി പിതാവിൻ്റെയൊക്കെ വാക്കുകൾ വലിയ ആശ്വാസമായി BJPക്ക്. അതേസമയം കർദിനാളിൻ്റെ വാക്കുകൾ അത്ര രീതിയിൽ, ക്ലിമിസ് തിരുമേനിയുടെ വാക്കുകളൊന്നും ആ രീതിയിൽ അത്ര സുഖിച്ചിട്ടുമില്ല. കാര്യം BJPയുമായുള്ള ബന്ധത്തിൽ നിന്ന് പലതും പഠിച്ചു എന്നാണ് ക്ലിമിസ് തിരുമേനി പറയുന്നത്. എന്നാൽ ആശ്വാസം എന്ന വണ്ണം പാമ്പ്ലാനി പിതാവിൻ്റെ വാക്കുകളുമുണ്ട്. പാമ്പ്ലാനി പിതാവിൻ്റെ വാക്കുകളൊക്കെ ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇന്നെങ്ങനെയാണ് പ്രതിഷേധത്തിൻ്റെ രീതി? നേരത്തെ ഇടയലേഖനം വായിക്കാൻ നിശ്ചയിച്ചിരുന്നു. ഇന്ന് രാവിലെ ഇടയലേഖനം വായിക്കാൻ സാധ്യതയുണ്ടോ? VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും ഈ പ്രതിഷേധം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്ന് കോഴിക്കോട് രൂപതയും താമരശ്ശേരി രൂപതയും ചേർന്ന് സംയുക്തമായി കോഴിക്കോട് നഗരത്തിൽ വൈകിട്ട് വലിയ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നുണ്ട്. ആ പ്രതിഷേധ പ്രകടനവുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാമ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ പ്രതിഷേധം ഒഴിവാക്കാൻ തീരുമാനിക്കാത്തത് തന്നെ സഭകൾക്കിടയിലുള്ള ഈ പ്രതിഷേധം, ഈ അറസ്റ്റിലുള്ള അവരുടെ അമർഷം മാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. ഇനി ഇടയലേഖനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സഭാ നേതൃത്വങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന കാര്യം നമ്മൾ ഇന്നലെ തന്നെ വെളിപ്പെട്ടതാണ്. അതുകൊണ്ട് വ്യത്യസ്ത പള്ളികളിൽ, വ്യത്യസ്ത സഭകൾക്ക് കീഴിലുള്ള പള്ളികളിൽ, ചർച്ചുകളിലൊക്കെ തന്നെ ഈ സ്വഭാവത്തിൽ എല്ലാ പള്ളികളിലും ഇത്തരത്തിൽ ഇടയലേഖനം വായിക്കണമെന്നില്ല. പക്ഷേ ചില പള്ളികളിൽ, ചില സഭകൾക്ക് കീഴിൽ ഒക്കെ ഇടയലേഖനം വായിച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കുർബാന, ഈ ഞായറാഴ്ചത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇടയലേഖനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഇടയലേഖനം പ്രതിഷേധത്തിൻ്റെ സ്വരം കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള, അല്ലെങ്കിൽ ആ പ്രതിഷേധം കുറച്ചുകൂടി കടുപ്പിക്കുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഓക്കെ, അപ്പോൾ നമ്മൾ അല്പസമയത്തുള്ള തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഇടയലേഖനം വായിക്കുന്നുണ്ടോ, എന്താണ് ഇടയലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ, അത് BJPക്ക് വീണ്ടും തലവേദനയാകുമോ, അതല്ല BJPക്ക് ഞായറാഴ്ച ആശ്വാസത്തിൻ്റെ ഞായറാഴ്ചയാണോ എന്നത് നമുക്കറിയില്ല. VS രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇടയലേഖനം വായിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്.